മുഖ്യമന്ത്രിയെ പറ്റിയും പ്രതിപക്ഷ നേതാവിനെ പറ്റിയും ഒക്കെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി വരാം. പ്രതിപക്ഷം ശക്തമാണോ? തീർച്ചയായും പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ വാചാലമായി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അതുപോലെ തന്നെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പരിചയ സമ്പത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ചില പ്രവർത്തനങ്ങളും വർത്തമാനവും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ അദാനിക്കും BJPക്കും അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സ്വന്തം പാർട്ടിയെയോ സ്വന്തം മുന്നണിയോ വിശ്വാസത്തിലെടുക്കാതെ അവരോട് കൂടിയാലോചിക്കാതെ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് അത് മറ്റാരുടെയോ പ്രേരണയാ നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് VD സതീശനെ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ശരിക്കും നോക്കി കാണുന്നുണ്ട് ഈ മാറ്റങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും നോക്കി കാണുന്നുണ്ട്. അത് നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാമാന്യ ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. നിങ്ങളെപ്പോലെ കട നടത്തുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഈ മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിൽ കണ്ടിട്ട് എങ്ങനെയാ അതിനെ? തീർച്ചയായിട്ടും ഇന്നലത്തെ ഈ പറഞ്ഞ കാര്യങ്ങള് വിസ്മരിക്കുന്നത് ഇവരുടെ കോൺഗ്രസിന്റെ ശൈലി തന്നെയാണ്. ഇവിടെ ഈ VD സതീശന്റെ സ്ഥിരം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പല കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങള് തിരുത്തി പറയുകയും ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ന് അത് കൂടുതൽ ഇതാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇത് പ്രതിപക്ഷ കുറച്ചത്, ഇതിന്റെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഔപചാരികമായി തീരുമാനിച്ചിട്ടില്ല എങ്കിലും തീരുമാനിച്ചിട്ടുള്ളത് അത് മദ്യമുതലാളിമാരെ അല്ലെങ്കിൽ മറ്റുള്ള ആരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ഏറ്റവും വലിയ കോൺഗ്രസ്സുകാർ പോലും ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ കോൺഗ്രസ്സുകാരൻ, എന്റെ അയലോക്കത്തിലൊരു സുഹൃത്താണ്, പുള്ളിയോട് സംസാരിച്ചു. പല കാര്യങ്ങളിലും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നു. സ്ത്രീ ഇതുകൂടെ പ്രിയദർശിനി ബസ്സുകൾ ഓടിച്ചുകൊണ്ട് ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. അതുകൊണ്ട് അത് കൊടുത്തതോ കോടിക്കണക്കിന് രൂപ ലാഭം ഗവൺമെന്റ് ഉണ്ടാകുന്ന ഏർപ്പാടുകളാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 16 ലക്ഷം പേർക്ക് കേരളത്തിൽ കൊടുക്കുമായിരുന്നു. സാധാരണ പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് ഏറ്റവും വലിയ ഉപകാരമായിരുന്നു. ഈ പുള്ളി പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് കൊടുക്കുന്നത്. ഞങ്ങൾ പറയാം, എന്റെ പഞ്ചായത്തില്, ഞാൻ ആവൂലി പഞ്ചായത്തിലാണ്, ആ പഞ്ചായത്തില് UDF ഭരിക്കുന്നത്. 16 അംഗങ്ങളിൽ 4 പേര് LDF ഉള്ളൂ, 14 പേരും. അവര് ഏകണ്ഠ 200 ചില്ലുവാനും സ്ത്രീകൾക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ പെൻഷൻ ഇവർക്കല്ല, ഈ പെൻഷൻ ഒക്കെ നിർത്തലാക്കി. ഇതെല്ലാം ഇത് കൊടുക്കുന്നുള്ളതിന്റെ യാതൊരു ഉറപ്പുമില്ല. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് 3000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കും. ബഡ്ജറ്റിലൊന്നും അതിനെപ്പറ്റി ഒരക്ഷരം സാധ്യത ഇല്ല. കിട്ടാൻ ഇത് എത്രത്തോളം കിട്ടുമെന്നുള്ള ഉറപ്പില്ല. പവർ കട്ടിനെയൊക്കെ പറ്റി എന്താ? പവർ കട്ട് വെച്ചാല് 10 വർഷക്കാലം പവർ കട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അപ്രഖ്യാപിത പവർ കട്ടാ. എപ്പോഴാ കറണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. ഈ മഴയും മറ്റത് കൂടെ ഇവര് പറയണത് നമ്മുടെ ഈ ഡാമുകളിൽ വെള്ളമില്ല, മറ്റത് കൂടെ. ഈ ഡാമുകളിൽ വെള്ളമില്ലാത്ത സാഹചര്യമൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങി ഇവിടെ വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, കറണ്ട് കൊടുക്കുന്നു. അപ്പൊ പവർ കട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പവർ കട്ടില്ലാത്ത കാലമായി. കഴിഞ്ഞ കാലങ്ങളിലെ പറഞ്ഞ അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി, എന്ത് ഇത് ഏർപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവര് പറഞ്ഞിടത്തോളം ഏർപ്പാടുകൾ ഞങ്ങള് നെഹ്റുവിനെയും ഗാന്ധിജിയും ഒക്കെ തിരികെ കൊണ്ടുവരും പുസ്തകത്തിൽ, അറബിക്കടലിൽ താഴ്ത്തുന്ന ഇവര് KM ഷാജി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെല്ലാം ഇതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നത്. ഇന്ന് അറബിക്കടലിലും ഇല്ല, ഒന്നുമില്ല. ഇത് PSC എത്രയോ ഇത് നടപ്പാക്കുക, എത്രയോ ഇവര് തന്നെയാണ്. അതുപോലെ തന്നെ നിയമസഭയെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഈ വള്ളംകളി, മൂലം വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ MLA ഭരണകക്ഷി അംഗം തന്നെയാണ്. ആ ഭരണകക്ഷി അംഗം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പൊതു അവധി കിട്ടണം, സാധാരണ പ്രാദേശിക അവധി. അതുപോലെ ഒരു താലൂക്കിലല്ല, ഒന്നുമല്ല, കുട്ടനാട് താലൂക്കിൽ മൊത്തമല്ല, ഈ വള്ളംകളി നടക്കുന്ന പ്രദേശത്ത് കൊടുക്കാതെ ആലോചിക്കാന്ന് പറയാം. ഇപ്പൊ തന്നെ വേറെ വന്ന കുഞ്ഞാലിക്കോട്ട് നടത്താൻ പറ്റില്ല, ഒരിക്കലും കൊടുക്കൂല. ഇങ്ങനെ മലക്കം പറയുന്ന, ഇങ്ങനെ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല. ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു 5 വർഷം ഈ കണക്കിനാ പോക്കെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ മടുത്തൊരവസ്ഥയാണല്ലോ. പിന്നെ എന്താകും എന്നുള്ളൊരു ഇത് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കന്മാര് VM സുധീരൻ അടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളിലും അഭിപ്രായമുള്ളവരാണ്. അഭിപ്രായമുള്ള ആളുകൾ പ്രതിപക്ഷ ഈ ബഹുമാനത്തോടെ കാര്യങ്ങളെ കാണാനും പൊതുവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരാളാണ്.
ആ ആളെന്ന് ഈ മദ്യ നയത്തിലെടുത്ത തീരുമാനത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ APCCയുടെ ജനറൽ സെക്രട്ടറി നിയാസ്, ഇവരൊക്കെ പറയുന്ന പറഞ്ഞേക്കണം, ഇത് ആർക്കോ വേണ്ടി, കോൺഗ്രസിന് വേണ്ടിയല്ല, മുന്നണി UDF വേണ്ടിയല്ല, മറ്റാർക്കോ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള ഏർപ്പാടുകൾക്ക് കോടിക്കണക്കിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതി 49% ഷെയർ അയാൾക്ക്. എതിരായ ശരിയായ ഒരു പ്രതികരണം ഉണ്ടോ അതിനകത്തെ സംബന്ധിച്ച്? ഒന്നുമില്ല. നമ്മുടെ പൊതുവെ മേഖലയാണെങ്കിൽ ശരി, ഏത് ഇതാണെങ്കിൽ ശരി, പുതിയൊരു വ്യവസായം വരുന്നതിന് അതുപോലെ തന്നെ 21,000 രൂപ കൊടുക്കും, ഓഡിറ്റോറിയം കൊടുക്കും, ആശമാർക്ക് കൊടുക്കും. ഇവര് LDF പാട്ടവർക്കുകളാണ്, അവര് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾ കയറിയ 21,000 രൂപ കൊടുക്കും. ഫസ്റ്റ് ക്യാബിനറ്റിൽ ഒരു തീരുമാനം എടുത്തില്ല, ഒന്നുമില്ല. എല്ലാം പറഞ്ഞത് നിന്നും അലക്കം പറഞ്ഞ് തീരുമാനമാണ്. ഈ ഒരു കച്ചവടം നടത്തുന്ന ഈ വണ്ടിയിലാണ് പെട്രോളിനും ഡീസലിനൊക്കെ വലിയ വർദ്ധിച്ചിട്ടും. ഈ VD സതീശൻ വന്നോ പറഞ്ഞതേ, അതായത് പ്രതിപക്ഷമായിരുന്ന സമയത്ത് പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്ന, അതായത് കേരളത്തിന്റെ ഈ പെട്രോളിന്റെ ഡീസലിന്റെ നികുതി കുറച്ചു കൊടുക്കുന്നതാണ്. ഒരു രൂപ കുറച്ചിട്ടില്ല. LDF ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷക്കാലം 1 രൂപ കൂടുതലും ആ നികുതി അധിക നികുതി ഇല്ല, വർദ്ധിപ്പിച്ചില്ല. ഇടയ്ക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം, ഇടയ്ക്ക് 2 രൂപ കുറച്ചു. അതെ, ഇടയ്ക്ക് 2 രൂപ കൂട്ടിയപ്പോ പറഞ്ഞു ഞങ്ങൾ ഇത് പെൻഷൻ അടക്കമുള്ള കൊടുക്കുന്നത്. അത് കോവിഡ് അടക്കമുള്ള മഹാമാരികൾ വന്നപ്പോഴാണ് അത് അത് ഏർപ്പാടാക്കിയത്. ഇത് തുടരുക തന്നെയാണ് ഇവര് ചെയ്യണത്. ഇത് മുഴുവൻ ഈ വിസ്മയങ്ങളെ കണ്ടാകാൻ ഞെട്ടിരിക്കുകയാണ്. പിന്നെയല്ലേ, അല്ല ഒരു മന്ത്രിസഭയിലെ ആലോചനയുണ്ടോ മദ്യനയത്തെ സംബന്ധിച്ച്? ഈ വ്യവസായം അല്ല, മദ്യത്തിന്റെ ചുമതലയുള്ള എക്സൈസ് മന്ത്രി ലിജു പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഒരു വകുപ്പ് മന്ത്രിമാർ പോലും പറയാതെ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനം. എന്റെ ഒരു ബഷീർ ബഷീറൊക്കെ ഇത് എല്ലാവരും രാഷ്ട്രീയം നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒരു മാസം മാത്രം പ്രായമുള്ള ഈ സർക്കാരിനെ പറ്റി പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ പോലെ തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ പെർഫോം ചെയ്യുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും തോന്നുന്നു VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറുകയാണ് അല്ലെ? അല്ല, അതുകൊണ്ട് പുള്ളി അത് അങ്ങനെയല്ല. പുള്ളി അത് എഴുതി വായിച്ചാണ് അവതരിപ്പിക്കുന്നത്. ചുമ്മാ തോന്നുന്നതാണ് പറയുന്ന എഴുതിയാണ്. കാരണം അയാൾക്ക് ഈ വാചാലത കുറവാണ്, പക്ഷെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വലിയ വാചാലതയോടുകൂടി മുഖ്യമന്ത്രിക്കെതിരായിട്ടും മറ്റേർപ്പാടുകൾ ജീവിച്ച കൊള്ളാട് അടക്കമുള്ള ആളുകൾ ഒരാൾക്കും ഉണ്ടാട്ടമില്ല. വലിയൊരു അബദ്ധം സംഭവിച്ചു എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ഒരു വീട്ടിൽ അങ്ങനെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പോയി കഴിഞ്ഞ ഏർപ്പാടുകൾ ഇതുപോലെ സർക്കാർ 2 മാസത്തെ പെൻഷൻ 4,000 രൂപ കിട്ടി. 2 പേരുണ്ട് പെൻഷൻ വാങ്ങുന്ന കാരണവന്മാര്, അവർക്ക് 8,000 രൂപ കിട്ടി. മകൾക്ക് കിട്ടി 1,000 രൂപ, 9,000 രൂപ കിട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ്? നീ LDF വോട്ട് ചെയ്യുവോ? അല്ലെങ്കിൽ ഇത് ഇല്ല, ഒരു മാറ്റം വരട്ടെ. ഈ മാറ്റം ആഗ്രഹിച്ച ആളുകളെ ഇങ്ങനെ മാറ്റം വേണ്ടായിരുന്നു ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 1 മാസക്കാലമായിട്ടുള്ള പ്രവർത്തനം, 3 മാസമായിട്ടുള്ള പ്രവർത്തനം. ഇത് ജനങ്ങള് മുഴുവൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി കാലമായിരുന്നു ഏറ്റവും മികച്ച കാലമെന്നും അന്ന് ഈ പറയുന്നത് പോലെ നടപ്പിലാക്കിയ വികസന പദ്ധതികളൊക്കെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കി. ഈ പ്രകടനപത്രികയിൽ പറഞ്ഞെല്ലാം പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോ നുണ പറഞ്ഞ് അധികാരത്തിൽ നിൽക്കുന്ന ഈ സർക്കാരിനെ വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരുടെ ഒരു പ്രതികരണം. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കി വരാം. അതുപോലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ ഒരു ഭാഗം ഈ VD സതീശനെയും UDFനും ഈ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ഏത് കള്ളം പറഞ്ഞും ആളുകളുടെ ഇടയില് പ്രചരിപ്പിച്ച് ഇത് തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവർക്ക് അധികാരത്തിൽ വരാൻ സഹായിച്ചവരാ, ഇത് ആളുകൾ വിശ്വസിക്കും എന്ന് ഇവര് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ട് ഇപ്പോ. കാരണം ഞങ്ങൾക്ക് ബസ്സില് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ, ആ 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. അതിലൊക്കെ എത്രയോ ഇതാണ് 60 വയസ്സ് എങ്കിലും പ്രായമായ വയോധികരായിട്ടുള്ള ആളുകൾക്ക്, ജോലിയില്ലാത്ത ആളുകൾക്ക് കൊടുത്താൽ എത്ര ഉപകാരപ്രദമായിരുന്നു. സ്വകാര്യ ബസ് ഉടമകളൊക്കെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ മേഖലയും തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ ലാഭം കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ഈ നാടിനെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വ്യവസായത്തെ സംബന്ധിച്ചിടത്ത നയം തീർച്ചയായിട്ടും ആരെ സഹായിക്കാനാണ്. അത് സഹായിക്കാൻ വൻകിടക്കാരനല്ല, വേറെ കർണാടകയിലെ മദ്യലോബിയെ സഹായിക്കാനാണ്, വേറെ ഒന്നുമല്ല.